ശ്രുതി ചേർന്ന് പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. തമ്പുരാൻ നല്ല ശ്രുതി ഇങ്ങനെ ചേർന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ്. ഞാൻ ഇപ്പോഴും വീട്ടിൽ പണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ തമ്പുരാൻ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, തമ്പുരയുടെ ആ മുഴങ്ങിയ ശബ്ദം കേൾക്കാനായിട്ട്. അതാണ് യഥാർത്ഥ സംഗീതം. അല്ലാണ്ട് ശ്രുതി കുറേ ഹയർ ഇതിൽ പാടിയെന്ന് വെച്ചുകൊണ്ടൊന്നും അത് പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ പറയാൻ പറ്റുള്ളൂ. പാടുന്നവർ പാടിക്കോട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ശ്രുതി ശുദ്ധമായിട്ട് പാടുന്നതിന്. അത് പലരും പറയേണ്ട ഇമോഷൻ, ഇതെല്ലാം സ്ഫുടത വാക്കുകളുടെ ഇതെല്ലാം നോക്കുമ്പോൾ അവർ നല്ലൊരു പാട്ടുകാരിയായിട്ട് ഞാൻ അറിയപ്പെട്ടിട്ടുണ്ട്. ഒരു എളിയ പാട്ടുകാരി, അത് അങ്ങേറ്റം വരെ അങ്ങ് പോട്ടെ അഭിപ്രായം. സിനിമ മാറുകയാണ്, സിനിമാ സംഗീതവും. ആസുരവാദ്യഘോഷ പ്രളയങ്ങൾക്കും താണ്ഡവ നൃത്തങ്ങൾക്കുമിടയിൽ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഒഴുകിയെത്തുന്ന ഒരു ശബ്ദം നമ്മെ പിടിച്ചിരുത്തുമ്പോൾ, ആത്മാവിനെ തൊട്ടുണർത്തുമ്പോൾ, അത് ആ ഗായികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമുഹൂർത്തമായി മാറുന്നു. പഴയകാല സിനിമാ പ്രവർത്തകരെ ആദരിക്കാൻ വല്ലപ്പോഴുമൊക്കെ സമ്മാനിക്കുന്ന പുരസ്കാരങ്ങൾക്കും പൊന്നാടുകൾക്കുമൊക്കെ അപ്പുറം എത്രയോ വിലയേറിയതാകുന്നു അപൂർവമായ ആ ധന്യത. ഒരു കാലത്ത് ഞാൻ ഇത്ര നന്നായി പാടിയിരുന്നല്ലോ എന്ന് സന്തോഷം തോന്നും. ഇപ്പം പാടാതിരുന്നിട്ട് എനിക്ക് എൻ്റെ ശബ്ദം ഞാൻ വിചാരിച്ച കൂട്ടത്തിൽ എൻ്റെ കൺട്രോളിൽ നിൽക്കില്ല. അതാണ് ഞാൻ പാടാതിരിക്കുന്നത്. നല്ല പോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് പാടാൻ പറ്റുള്ളൂ. പാടാനുള്ള കഴിവ് ശബ്ദത്തിന് കോട്ടമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ശബ്ദം മുന്നോട്ട് പോകാൻ ശ്വാസം പിടിച്ചങ്ങനെ പാടാൻ സാധിക്കുന്ന പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് ക്ഷമ പറയാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശബ്ദം ഇങ്ങനെയാക്കി തീർത്തതെന്ന്. അതിൽ നിരാശയൊന്നുമില്ല. എനിക്ക് 75-ാം വയസ്സിന് എനിക്ക് എന്ത് നിരാശ. ഞാൻ ഒരുവിധം നല്ല പാട്ടുകളൊക്കെ പാടി നല്ല പേരെടുത്ത് എൻ്റെ മകൾ നല്ലപോലെ പാടും. ഇതൊക്കെ പോരെ എൻ്റെ ജീവിതത്തിൽ. ഐ എം ഫുള്ളി കണ്ടൻറ്റഡ്. സംഗീതമി ജീവിതം ഒരു മധുര സംഗീതമി ജീവിതം ഒരു മധുര സംഗീതമി ജീവിതം. കാൽപ്പനികതയുടെയും ഗൃഹാതുരത്വത്തിൻ്റെയും ഭാവങ്ങൾ ഇഴചേർന്ന് കിടക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ ജീവിച്ചു മറന്നുപോയ പഴയ നാളുകളിലേക്ക് നാം അറിയാതെ മനസ്സുകൊണ്ട് മടങ്ങിപ്പോകുന്നു. കലർപ്പില്ലാത്ത സ്നേഹവാത്സല്യങ്ങളും നാടൻ ശീലുകളുടെ ലാവണ്യവും നിറഞ്ഞ ഒരു പഴയ വസന്തകാലം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും വന്ന് നിറയുന്നു. നമുക്ക് വീണ്ടും ഓർക്കാം, ഇങ്ങനെയൊരു മധുര ശബ്ദം നമ്മുടെ സംഗീതാഭിരുചിയെ ധന്യവും സമ്പന്നവുമാക്കിയിരുന്നു ഇന്നലെ.